വണക്കം. സുഡാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അതിഭീകരമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഗാസ, ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ചോദ്യങ്ങളും വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും ഒക്കെ ഉയർന്നു വന്നതിന് ശേഷം ഇപ്പോൾ പൊടുന്നനെ ഒരു ദിവസം സുഡാനിലെ ക്രിസ്തീയ വംശഹത്യ ഈ സമൂഹ മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളുമെല്ലാം പെട്ടെന്ന് ചർച്ചയാക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിന് പിന്നിൽ ആരാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ണിഞ്ഞെഴുതി എഴുന്നേൽക്കുമ്പോൾ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് സുഡാനിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു, നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. ഇവരെ കൊന്നൊടുക്കുന്നതിൽ അമേരിക്ക ഇടപെടാൻ പോകുന്നു. അമേരിക്ക ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നൈജീരിയയിലെ അവിടുത്തെ ഭരണാധികാരി പറയുന്നു അമേരിക്ക ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പോരാത്തതിന് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിൽ പെട്ടെന്ന് അമേരിക്കൻ ഭരണാധികാരിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വെളിപാടുണ്ടാകുന്നു, ആ രാജ്യത്തെ ക്രിസ്ത്യാനികളെ രക്ഷിക്കണം, അതുകൊണ്ട് അവിടെ അമേരിക്കയുടെ സൈന്യത്തെ ഇറക്കണം എന്നുള്ളൊരു വെളിപാടുണ്ടാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങളറിയാത്ത ഒരുപാട് ഡീകോഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശദമായിട്ട് നമുക്കിത് ഡീകോഡ് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ഒരു അടിയുണ്ടല്ലോ, അവിടെയുള്ളൊരു ക്രിസ്ത്യാനി ഇസ്ലാം എന്ന് പറയുന്ന രണ്ട് ടീമിൻ്റെ, അതായത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള അതിഭീകരമായിട്ടുള്ള അടിയും വംശഹത്യയും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ കൊന്നൊടുങ്ങുന്നുണ്ട്. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നിൽ ക്രിസ്ത്യാനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനിക്ക് എന്നല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിൽ ഒരു മതത്തിനും ഒരു ന്യൂനപക്ഷത്തിനും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ന്യൂനപക്ഷം ഒന്നെങ്കിൽ അവരുടെ രീതിയിൽ മതം മാറണം, അല്ലെങ്കിൽ അവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കണം, അല്ലെങ്കിൽ മരിക്കണം. ഇതാണ് ഇവരുടെ നയം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു രാജ്യത്ത് ശക്തമായി കഴിഞ്ഞാൽ ഈ മൂന്ന് നയങ്ങളല്ലാതെ അവിടെ ജീവിക്കുന്ന മറ്റ് മതസ്ഥർക്ക് വേറെ ഒരു നയവും സ്വീകരിക്കാൻ അനുവാദമില്ല എന്ന് നമ്മുടെ ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റി പറയുന്നത് പോലെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ തനിക്ക് അനുവാദമില്ല എന്ന് പറയുന്ന കേസാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ സുഡാനിലേക്ക് വരാം. ഈ സുഡാൻ, നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാജ്യങ്ങളാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. കാരണം ഈ സുരേഷ് ഗോപി പറയുന്നത് പോലെ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച് എനിക്ക് എൻ്റെ അയ്യനെ തഴുകണം എന്ന് പറയുന്നത് പോലെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയും അടുത്ത ജന്മം എനിക്കൊരു ആഫ്രിക്കൻ വംശജനായി ജനിക്കണം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അവിടെയുള്ള സംസ്കാരം, പൈതൃകം, അവരുടെ നാച്ചുറൽ റിസോഴ്സസ്, അവരുടെ പല രീതിയിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പോരാത്തതിന് അവിടെയുള്ള ജനതയുടെ ശക്തി, അതായത് ആനയ്ക്കാനയുടെ വലിപ്പം തിരിച്ചറിഞ്ഞുകൂടെന്ന് പറഞ്ഞതുപോലെ ആഫ്രിക്കൻ ജനതയ്ക്ക് അവരുടെ ശക്തി അറിയില്ല. അവരുടെ ശക്തി അറിയിക്കാനായിട്ട് ഒരു നേതാവ്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയെപ്പോലെ ഒരു നേതാവ് വന്നു. അതുപോലെ പല രാജ്യങ്ങളിലും പല നേതാക്കന്മാരും വന്നുമാണ് ആ രാജ്യത്തെ പടുത്തുയർത്തിയത്. അങ്ങനെ പല നേതാക്കന്മാരും പടുത്തുയർത്താനായിട്ട് വരുന്ന കൂട്ടത്തിൽ ആഫ്രിക്കയിലും ഒരു നേതാവ് വന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആഫ്രിക്ക ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ പ്ലണ്ടർ ചെയ്ത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകില്ലായിരുന്നു. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ഖനികളും മറ്റുമാണ് ഇവന്മാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പോരാത്തതിന് അവിടെയുള്ള തടികൾ വെട്ടി കടത്തുക, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കുക, ആനക്കൊമ്പിന് വേണ്ടി ആനയെ മാസമായിട്ട് കൊന്നൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ഒരു ആഫ്രിക്കക്കാരൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞാൽ ആനയുടെ ഒരു കാല് പോലെ ഇരിക്കും. അവൻ കൈ മടക്കി ഒരെണ്ണം സായിപ്പിൻ്റെ ചെകിടത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മൂന്നും ചെന്ന് എഴുന്നേക്കും എന്നുള്ളത് യവനെ തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ സുഡാൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെ രസകരമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. ഈ ഒരു ചരിത്രം കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രമാണ് സുഡാൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. BC 40,000 തൊട്ട് ഇതിൻ്റെ ചരിത്ര രേഖകൾ ഇപ്പോൾ ലഭ്യമാണ്. BC 40,000 തൊട്ട് പല സംസ്കാരങ്ങളാണ് ഈ പ്രദേശത്തിലൂടെ കടന്നു പോയിരിക്കുന്നത്. അതായത് ഗോർമൂസാൻ സംസ്കാരം BC 40,000 മുതൽ 16,000 വരെ. അത് കഴിഞ്ഞ് ഫൽഫാൻ സംസ്കാരം 20,500 മുതൽ 17,000 വരെ. അത് കഴിഞ്ഞ് സെബിലിയൻ സംസ്കാരം 13,000 മുതൽ 10,000 BC വരെ. അത് കഴിഞ്ഞ് ഖാദാർ സംസ്കാരം 15,000 മുതൽ 5,000 BC വരെ. അത് കഴിഞ്ഞ് എ ഗ്രൂപ്പ് സംസ്കാരം 3,800 മുതൽ 3,100 BC വരെ. അത് കഴിഞ്ഞ് അവിടെ ഒരു രാജ്യം ബിൽഡ് ചെയ്യപ്പെടുകയാണ്. അതായത് കെർമ സംസ്കാരത്തിൻ്റെ ഭാഗമായി കെർമ രാജ്യം എന്നൊരു രാജ്യം ആ പ്രദേശത്ത് ബിൽഡ് ചെയ്യപ്പെടുകയാണ്. ഈ കെർമ സംസ്കാരം പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? ഈജിപ്ഷ്യൻസാൽ അധിനിവേശം ചെയ്യപ്പെട്ടു. അങ്ങനെ ഈജിപ്ഷ്യൻസിൻ്റെ പുതിയൊരു രാജ്യം നിർമ്മിച്ചു. ഈജിപ്ഷ്യൻ ന്യൂ കൺട്രി എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അങ്ങനെ ഒരു സംസ്കാരം അവിടെ കടന്നു കയറി അല്ലെങ്കിൽ അധിനിവേശം ചെയ്തു. ഈ സംസ്കാരം 1500 മുതൽ 1070 BC വരെ അവിടെ ഭരിച്ചു പോന്നു. അതിനുശേഷം
അവിടെ കുഷ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുഷ് രാജ്യം, കുഷ് കൺട്രി അവിടെ വരുന്നു. ഈ കുഷ് കൺട്രി 785 BC മുതൽ 350 യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 350 വരെ അവിടെ സുന്ദരമായി ഭരിച്ചു കഴിഞ്ഞ ശേഷമാണ് അവിടെ ക്രിസ്ത്യാനിറ്റി എൻ്റർ ചെയ്യുന്നത്. അതിനു മുമ്പേ അവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി എൻ്റർ ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനിറ്റി എൻ്റർ ചെയ്ത് ഈ കുഷ് സംസ്കാരത്തിൻ്റെ തകർച്ചയോടുകൂടി, കുഷിൻ്റെ പതനത്തിന് ശേഷം ന്യൂബിയ ഗോത്രം അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗം അവിടെയുണ്ട്. വളരെ പ്രബലമായിട്ടുള്ളൊരു വിഭാഗമാണ്. ഈ ന്യൂബിയ വിഭാഗം എന്ത് ചെയ്തു? അവിടെ 3 ക്രിസ്ത്യൻ രാജ്യങ്ങൾ രൂപീകരിച്ചു. അതായത് ആ പ്രദേശത്ത്, ഇപ്പോൾ കാണുന്ന സുഡാൻ ഇരിക്കുന്ന പ്രദേശത്ത് 3 ക്രിസ്ത്യൻ രാജ്യങ്ങൾ അവിടെ രൂപീകരിച്ചു. ഈ 3 ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ നൊബാഷ്യ, മക്കൂറിയ, അലോഡിയ. ഈ 3 ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ പേര്. നൊബാഷ്യ, മക്കൂഡിയ, അലോഡിയ. ഇങ്ങനെ 3 ക്രിസ്ത്യൻ രാജ്യങ്ങൾ രൂപീകരിച്ച ശേഷം അവർ പിന്നീട് എന്ത് ചെയ്തു? അവർക്കിടയിലേക്ക് അറബികൾ വന്നു തുടങ്ങി. അവരുടെ സ്ത്രീകളെയും അറബികളുടെ സ്ത്രീകളെയും അവർ വിവാഹം ചെയ്തു തുടങ്ങി. അങ്ങനെ വിവാഹം ചെയ്ത് പതുക്കെ അറബി സംസ്കാരവും അവർക്കിടയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടിക്കലരാനായിട്ട് തുടങ്ങി. അങ്ങനെ അറബി സംസ്കാരവും ഈ ക്രിസ്തീയ സംസ്കാരം കൂടെ രണ്ടും കൂടെ കൂടിക്കലർന്ന് അവിടെ പുകയാകാൻ തുടങ്ങിയത് ആ സമയത്താണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി അതിനുശേഷം 14 മുതൽ 15ാമത്തെ സെഞ്ചുറി വരെ അവിടെ ക്രമേണ അറബികൾ, അതായത് അറബി നാടോടികൾ പതുക്കെ വന്ന് താമസമാക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം 19ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അലി രാജവംശം സുഡാൻ മുഴുവൻ എന്ത് ചെയ്തു? ആ മുഹമ്മദ് അലി രാജവംശത്തിൻ്റെ പിന്തുണയോടുകൂടി ഈജിപ്റ്റ് ആ സമയത്ത് ഫറവോയും മറ്റു കാര്യങ്ങളൊക്കെ അജയ്യമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നമുക്കറിയാം. അപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആ ഒരു രാജാവിൻ്റെ പിന്തുണയോടുകൂടി ഈ സുഡാൻ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു രാജ്യം 19ാം നൂറ്റാണ്ടിൽ ഈ ഈജിപ്തിന് എന്ത് ചെയ്തു? ഈ സുഡാൻ മുഴുവൻ അങ്ങ് പിടിച്ചു കൊടുത്തു ഈ മുഹമ്മദ് അലി രാജാവ്. അങ്ങനെ ഈജിപ്റ്റായി പിന്നീട് അവിടുത്തെ ഭരണം. ഇത്രയും കാലങ്ങളിൽ ഇത്രയും ഭരണമാറ്റങ്ങളുണ്ടായി, ഇത്രയും സംസ്കാരങ്ങൾ വന്നു, സംസ്കാരങ്ങളെല്ലാം നശിച്ചുപോയി. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവസാനം ഈജിപ്റ്റ് വന്ന് പിടിച്ചു. ഈജിപ്റ്റ് വന്ന് പിടിച്ച ശേഷം ബ്രിട്ടീഷുകാർ, പിന്നീടാണ് ഈ ബ്രിട്ടീഷുകാരന്മാർ തലവെക്കുന്നത്. ബ്രിട്ടീഷുകാരന്മാർ എന്ത് ചെയ്തു? പതുക്കെ ഈ പ്രദേശത്ത് വന്ന് ഈജിപ്ഷ്യൻകാരെ ഒന്ന് പ്രഷർ ചെയ്യാൻ തുടങ്ങി. ഈജിപ്തുകാരെ പ്രഷർ ചെയ്ത് UK ഈജിപ്ഷ്യൻ കൊണ്ടോമിനി അങ്ങനെ ഒരു സെറ്റപ്പായി ഈ പ്രദേശം മാറി. ഇവർ രണ്ടുപേരും കൂടെ ഭരിക്കുന്ന ഒരു പ്രദേശം. പക്ഷേ രണ്ടുപേരും കൂടെ ആണെങ്കിലും യഥാർത്ഥത്തിൽ അത് കോളനിയായിരുന്നു. അവിടെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ ബ്രിട്ടീഷുകാരായി സമ്പൂർണ്ണമായി മാറിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതിനുശേഷം മുഹമ്മദ് നാഗൂബിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ സുഡാൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം, സ്വാതന്ത്ര്യം നേടാനായിട്ട് സുഡാൻ പോവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്നും 1956 ജനുവരി 1 സുഡാൻ എന്ന് പറയുന്ന പ്രദേശം സ്വാതന്ത്ര്യം ലഭിച്ച് ഒരു പുതിയ രാജ്യമാകാൻ പോവുകയാണ്. അങ്ങനെ 1956 ജനുവരി 1 സുഡാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. ശേഷം ഗാഫർ നിറേമി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് അവിടെ ഇസ്ലാമിക ഭരണം തുടങ്ങുകയാണ്. സുഡാനിൽ അങ്ങനെ ഇസ്ലാമിക ഭരണം തുടങ്ങി. സുഡാനിൽ ഇസ്ലാമിക ഭരണം തുടങ്ങിയ ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രണ്ടുപേരും ഇഴചേർന്നാണല്ലോ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിംസ് ഒരു ഭാഗത്ത് കൂടും, അല്ലെങ്കിൽ ഇസ്ലാം കൂടുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം ഉണ്ടാകും. ക്രിസ്ത്യൻസിനെ അവർ ഭരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വലിയ രീതിയിലുള്ള വിള്ളൽ സുഡാനിൽ ഉണ്ടാകും. വലിയ രീതിയിലുള്ള വിള്ളൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ശേഷം ഈ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി, അതായത് ഇവന്മാരുടെ ഇടയിൽ താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പീസ് കൂട്ടിപ്പോകും എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് രാജ്യം വേണം, സൗത്ത് സുഡാൻ എന്ന് നമ്മളതിനെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. വലിയ പ്രക്ഷോഭമുണ്ടായി. പിന്നീട് സൗത്ത് സുഡാൻ രൂപീകരിച്ചു. ആ സൗത്ത് സുഡാൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നീതി, സ്വാതന്ത്ര്യം, സമൃദ്ധി. ഇതാണ് സൗത്ത് സുഡാൻ്റെ മുദ്രാവാക്യം. അവിടെ ഇപ്പോഴും 60% ക്രിസ്ത്യാനികളാണ് താമസിക്കുന്ന സൗത്ത് സുഡാനിൽ. അതിനുശേഷം ഗോത്രവിഭാഗങ്ങൾ 32%. അതേസമയം ഇസ്ലാം സമൂഹം അവിടെ വെറും 6% മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിമ്മതിയായിട്ട് താമസിക്കുന്നത് എന്ന് പലപ്പോഴും അവർ പല വേദികളിലും പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ സൗത്ത് സുഡാൻ സ്വതന്ത്രമായി ഒരു ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശേഷം ആണ് 1989 പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് സുഡാനിൽ നടക്കുന്നത്. അവിടെ ഒരു ഭരണാധികാരി വരുന്നു. ആ വേട്ടാവളിൻ്റെ പേര് ഒമർ അൽ ബഷീർ. അതായത് തീവ്ര ഇസ്ലാമികവാദിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഒമർ അൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി. അവിടെ ഇയാൾ വന്ന ശേഷം സുഡാനിൽ യഥാർത്ഥത്തിൽ ശരിയ നിയമം കൊണ്ടുവരുന്നു.
സുഡാനിൽ അങ്ങനെ ശരിയ നിയമം സ്ഥാപിക്കപ്പെടുന്നു. അപ്പോഴേക്കും അവിടെയുള്ള മുസ്ലിം ജനസംഖ്യ ക്രിസ്ത്യാനികളെ ഓവർകം ചെയ്ത് വലിയ രീതിയിൽ വളർന്ന് ഏകദേശം 90% ഒക്കെ ആകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ നിരന്തരമായിട്ടുള്ള കൊലപാതകങ്ങളും കൂട്ടക്കൊലകളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നടന്ന് അപ്പോഴാണല്ലോ ഇവർ ഈ ഞങ്ങൾക്ക് പ്രത്യേക രാജ്യമൊക്കെ വേണമെന്ന് പറഞ്ഞ് സൗത്ത് സുഡാനൊക്കെ വാങ്ങിച്ചു പോയത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ പതുക്കെ പിന്തള്ളി എന്തായി, ആ സൗത്ത് സുഡാനിൽ ശരിയ നിയമം കൂടെ വന്നപ്പോൾ ഇവരുടെ കട്ടയം ബോർഡ് മടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അങ്ങനെ ശരിയ നിയമം അവിടെ വന്നു. അങ്ങനെ അയാൾ ഭരണത്തിലേറി 4 ലക്ഷം ആൾക്കാരെയാണ് കൊന്നു തള്ളിയത് ഇയാളുടെ ഭരണത്തിൽ. 1989 തുടങ്ങിയ ഉമറിൻ്റെ ഭരണം 2019, അതായത് ക്രിസ്ത്യാനികളുടെ അടക്കം പിന്തുണ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചിലവന്മാർ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും പട്ടിണിയായി, പരിവട്ടുമായി, ഇൻഫ്ലേഷൻ വന്നു. നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതിഭീകരമായിട്ടുള്ള ദാരിദ്ര്യമൊക്കെ വരുമ്പം ഭരണം അട്ടിമറിക്കപ്പെടും. അങ്ങനെ അട്ടിമറിച്ച് എന്ത് ചെയ്തു, വേറെ പല ആൾക്കാരും ഭരണത്തിലേറാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ആ ഭരണം അട്ടിമറിച്ചതാണ് 2018 അട്ടിമറിച്ച് വന്ന ടീമുകളാണ് SAFും RSFും. 2 ടീമുണ്ട്, SAFും RSFും. ഈ SAFിൻ്റെ തലവനാണ് നമ്മുടെ അബ്ദുൾ ഫത്താ അൽ ബുർഹാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ അബ്ദുൾ ഫത്താ അൽ ബുർഹാൻ എന്ന് പറയുന്ന വ്യക്തി SAFിലൂടെ ഇതിനെ അട്ടിമറിച്ച് സുഡാൻ്റെ പല ഭാഗങ്ങളും പിടിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികൾ വിചാരിച്ചു നമുക്കൊരു നാഥം വന്നു. അങ്ങനെയല്ല, കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും എല്ലാം കൊന്നുകൊണ്ടിരുന്നു. ഇതിനെ കൊല്ലുന്ന രീതിയൊക്കെ വളരെ രസമാണ്. അതായത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെഹൽഗാമിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നത് പോലെ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കും. ക്രിസ്ത്യാനി ആണെങ്കിൽ അപ്പോൾ തന്നെ തട്ടിക്കളയും. പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യും. കൂട്ടബലാത്സംഗം ചെയ്തു കഴിഞ്ഞ ശേഷം ആ സ്ത്രീയുടെ മുലകൾ മുറിച്ച് മാറ്റിയ ശേഷം ആ സ്ത്രീയെ മറ്റുള്ളവർ കാണുക സ്വാഭാവികമായിട്ടുള്ളൊരു മരണത്തിലേക്ക് വിടും. ഇങ്ങനെയാണ് അവിടുത്തെ ഒന്നാമത് ഗോത്ര വിഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ, പിന്നെ പോരാത്തതിന് ഈ മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ പ്രാകൃത നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ആ നിയമത്തിലൂടെ അതിഭീകരമായിട്ടുള്ള മരണത്തിന് ഇരയാക്കി പട്ടിണിക്കിട്ട് കൊല്ലുക, സ്ത്രീകളെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്യുക, പോരാത്തതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തല വെട്ടിയെടുക്കുക, ജനനേന്ദ്രിയം ഛേദിച്ച് കളയുക. പിന്നെ SAFും RSFും അവിടെ വന്നപ്പോൾ ഈ SAFിൻ്റെ അബ്ദുൾ ഫത്താ അൽ ബുർഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെപ്യൂട്ടി ആയിരുന്നു RSF എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി ഗ്രൂപ്പിലെ ഹംദദി എന്ന് പറയുന്ന വ്യക്തി. ഈ ഹംദദിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നലുണ്ടായി, യവനെ അട്ടിമറിച്ച് എനിക്ക് ഭരണത്തിലേറിയാലോ എന്ന്. ഒന്നാമത് SAFും RSFും കൂടെ ഒമറിനെ അട്ടിമറിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആ SAFിൻ്റെ കൂട്ടുനിന്ന്, അതായത് SAFിന് ഭരണം അട്ടിമറിക്കാൻ കൂട്ടുനിന്ന RSFിൻ്റെ ആളാണ് ഈ ഹംദദി എന്ന് പറയുന്നത്. ഈ RSF എന്ന് പറയുന്നത് ഈ SAFിൻ്റെ അബ്ദുൾ ഫത്താ അൽ ബുർഹാൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലെ അയാളുടെ ഡെപ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഡെപ്യൂട്ടിക്ക് തോന്നി ഇയാളെ നമുക്ക് അട്ടിമറിച്ച് നമുക്ക് ഭരണം പിടിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അടികൾ നടക്കുന്നത്. 2023 മുതൽ ഇപ്പോൾ അടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതിൽ അടി നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ക്രിസ്ത്യാനികൾക്കാണ് എന്നുള്ളതാണ്. മുസ്ലിം സമുദായം അവിടെ മരിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമാണെന്ന് ഞാൻ പറയുന്നത്, ഏതൊരു സ്ഥലത്തും ഈ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളാണ്. അതവർക്ക് കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഈ മതത്തിനകത്ത് ജീവിച്ചുകൊണ്ട് ഈ മതത്തിനകത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ അട്രോസിറ്റീസിനെതിരെ ശബ്ദം ആദ്യം ഉയർത്താത്തത് കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മതത്തിനകത്ത് ഓരോ അട്രോസിറ്റീസ് നടക്കുമ്പോൾ ആദ്യം ശബ്ദം ഉയർത്തുന്നത് ഹിന്ദുക്കളാണ്. എന്തിനാണത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു നവോത്ഥാന നായകരുണ്ടാകുന്നു. ഹിന്ദു സ്ത്രീകൾ എന്തെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ ഇറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അച്ഛനാണോ അമ്മയാണോ കൊച്ചച്ഛനാണോ കുഞ്ഞമ്മയാണോ എന്നൊന്നുമല്ല, അടിച്ച് ഒതുക്കിയിരിക്കും. എന്തെങ്കിലും അനാചാരമോ മനസ്സിന് നിരക്കാത്തൊരു കാര്യമോ കണ്ട. പക്ഷേ ഇവരങ്ങനെയല്ല. അതവർക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല. മിണ്ടി കഴിഞ്ഞാൽ തലവെട്ടിക്കളയും. അതുകൊണ്ടാണ് മിണ്ടാനുള്ള വോയിസ്. കാരണം ആയുധം കൊണ്ടാണ് ഇതൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു, ഇവർ മിണ്ടാതിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബോംബ് അങ്ങോട്ട് വീഴുമ്പം ക്രിസ്ത്യാനികളുടെ കൂടെ ഇവരും മരിക്കുമെങ്കിലും ക്രിസ്ത്യാനികൾ ഗണ്യമായി മരിച്ചു തുടങ്ങി. ഇപ്പോൾ 97% സുന്നി മുസ്ലിങ്ങളായി മാറി. അവിടെ 3% ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ SAFും RSFും ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികൾ ടാർഗറ്റ് ചെയ്യുക. ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ 160 പള്ളികളാണ് തകർത്തതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പള്ളികൾ ഇവർ കീഴടക്കിയിട്ട് ആ പള്ളികൾക്കകത്ത് കൊണ്ട് മിസൈലും ബോംബൊക്കെ വയ്ക്കും. പിന്നെ പോരാത്തതിന് ആ പള്ളികൾക്കകത്ത് കയറിയിട്ടാണ് ഇവർ ആയുധ സംഭരണശാലയാക്കി ആ പള്ളിയെ മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന SAFും ഇപ്പുറത്തിരിക്കുന്ന RSFും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഈ ക്രിസ്ത്യൻ പള്ളികൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പള്ളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബടിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലാണ് വലിയ രീതിയിലുള്ള സംഘർഷവും പ്രതിഷേധവും ഒക്കെ അപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമാണ്.
ഇതിനകത്ത് ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ ചരിത്രവും സംസ്കാരവും ഒക്കെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഓരോ ചരിത്രവും സംസ്കാരവും നമുക്ക് ഓരോ മണിക്കൂറല്ല ഓരോ ദിവസം ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത്ര ഗംഭീരമാണ് ഇതിലെ സംഭവങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെറിയൊരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സുഡാനിലുള്ള വാർത്ത, അതായത് ഇത്രയും നാൾ ഇത് നടന്നിട്ടും പെട്ടെന്ന് നമ്മൾ കണ്ണ് ഞെരടി എഴുതിയപ്പോഴാണ് നൈജീരിയയിൽ ഈ പ്രശ്നം നടക്കുന്നു, സുഡാനിൽ ഈ പ്രശ്നം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുന്നത്. അപ്പോൾ അതുവരെ ക്ലിയറാണ്. അപ്പോൾ ഇനി ആണ് യഥാർത്ഥത്തിലുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരേണ്ടത്. എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്? നിങ്ങൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെയെല്ലാം നമ്മളറിയാതെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യമായിട്ടുള്ള കരം, അതാണ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പല രീതിയിലുള്ള ശക്തികളുണ്ട്. ചിലപ്പോൾ മെഡിക്കൽ മാഫിയയിലുള്ള ആൾക്കാർ കാണും, മിലിറ്ററി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന മാഫിയയിലുള്ള വലിയ ടീമുകൾ കാണും, ഈ വാൻഗാർഡ്, ബ്ലാക്ക് റോക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്തിലെ വലിയ വലിയ കമ്പനികളാണ്. ഒരു രാജ്യത്തിൻ്റെ അടക്കം GDP അല്ലെങ്കിൽ എക്കണോമിയുടെ അത്രയ്ക്ക് പണം പേറുന്ന വലിയ കമ്പനികളാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളെയും ഫണ്ട് ചെയ്യുക, ആ രാജ്യങ്ങളുടെ ഇവരുടെ വരുതിയിലാക്കുക, ആ രാജ്യങ്ങളെ നിയന്ത്രിക്കുക, ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഭരണത്തിലേറാൻ സമയത്ത് അദ്ദേഹത്തിന് ഫണ്ട് ചെയ്തത് ഡീപ്പ് സ്റ്റേറ്റിലെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല. അതായത് അവിടെയുള്ള അഗ്രികൾച്ചർ മാഫിയ ഇത് ഫണ്ട് ചെയ്തത് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ക്രോപ്സ് വിറ്റഴിക്കണം. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരെന്ത് തിന്നണം എന്നിവർ തീരുമാനിക്കും. അതായത് ഒരു കർഷകൻ എന്ത് കൃഷി ചെയ്യണം എന്നിവർ തീരുമാനിക്കും. പക്ഷേ കൃഷി ചെയ്യുന്ന കർഷകൻ അറിയുന്നില്ല ഇവർ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാനിത് കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. അസുഖം വന്ന് മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവർ തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ മരുന്ന് കഴിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷ്യപദാർത്ഥം പെട്ടെന്ന് വന്നിറങ്ങുന്നു, അത് വളരെ ഫേമസ് ആവും, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലുമൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളായിരിക്കും വന്നിറങ്ങുന്നത്. ചിലപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളായിരിക്കുക. അത് വന്നിറങ്ങുമ്പോൾ നമ്മളത് വലിയ ആകർഷകരാകുന്നു, നമ്മളത് വാങ്ങിച്ച് മണാന്ന് അടിക്കുന്നു. അങ്ങനെ മണാന്ന് അടിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരും. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ അതിനുള്ള മരുന്നുകൾ വരും. ആ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് തിന്നത് കൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കിയവനും ഈ മരുന്നുണ്ടാക്കുന്നവനും രണ്ടും ഒന്നാണ്. അതായത് അവൻ വിചാരിച്ചത് കൊണ്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതും വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ മാത്രമേ എനിക്ക് വിശദീകരിച്ച് തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇത് രണ്ടിനും ഫണ്ട് ചെയ്യുന്നത്. ഏത് രണ്ടിനും? സുഡാനിലുള്ള ഈ ഇസ്ലാമിക് ടെററിസത്തിനും ഫണ്ട് ചെയ്യുന്നത് അവരാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി റോൾ നടത്തുന്നത്, റോളിൻ്റെ സെറ്റപ്പിലുള്ളതും ഇവർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ എറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്ന അമേരിക്കയുടെ CIA വലിയ കൊടൂരമായിട്ടുള്ള സെക്യൂരിറ്റിയാണ്. അത് വിരമിച്ച പട്ടാളക്കാരുടെ ഒരു സമൂഹമാണ് ഈ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം എന്ന് പറയുന്നത്. ഇവർ നമ്മുടെ പല രാജ്യങ്ങളിലും അവരറിയാതെ കയറിക്കൂടി കലാപമുണ്ടാക്കുക, അമേരിക്കയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക, ഡീപ്പ് സ്റ്റേറ്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് രാജ്യങ്ങളിൽ മുഴുവൻ പല രാജ്യങ്ങളിലും കലാപങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നേപ്പാളിലും കലാപം നടന്നു. നേപ്പാളിൽ കലാപം നടക്കുമ്പോൾ നേപ്പാളിൽ അവിടെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് അവിടെയുള്ള പട്ടാളക്കാർ വെടിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെടികൊള്ളുന്നവർക്ക് നല്ല ഒറിജിനൽ സ്നൈപ്പറിൻ്റെ ബുള്ളറ്റ് വഴിയാണ് വെടികൊള്ളുന്നത്. അപ്പോൾ കലാപം ആളിക്കത്തും. ഈ വിഷ്വല് പിന്നെയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് വീണ്ടും കലാപം ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ശർമ്മ ഒലി പറയുന്നത് ഞാൻ റബ്ബർ ബുള്ളറ്റ് വെച്ച് വെടിവെക്കാനാണ് പറഞ്ഞത്. അവിടെ പട്ടാളവും റബ്ബർ ബുള്ളറ്റ് വെച്ചാണ് വെടിവെക്കുന്നത്. പിന്നെ ഈ സ്നൈപ്പറിൻ്റെ വെടി എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം, എറിക് പ്രിൻസിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇവന്മാർ അകത്തോട്ട് കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക സമരം വന്നപ്പം എത്ര വേണോ കൊടുത്തോ, പക്ഷേ റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ, അത് റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കേണ്ട, നമ്മളൊരു തോക്കെടുത്ത് ചൂണ്ടിയാലേ പ്രശ്നമുള്ളൂ, അത് വേണ്ട, കൊടുത്തോ. അപ്പോൾ അതാണ് നമ്മളെ ഇവർ വരുമ്പോൾ തടയാനായിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയൊക്കെ വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു കർഷകർ വരുമ്പോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റാണ് ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത്. അതായത് ഈ ക്രിസ്ത്യൻ മിഷണറീസിനെയും അവിടെയുള്ളത് ഫണ്ട് ചെയ്യുന്നത്, ഈ ഇസ്ലാമിക് ടെററിസത്തിനെയും അവിടെയുള്ളത് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നി, എന്തിനാണ് ഇവർ ഈ രണ്ട് സാധനങ്ങളെയും ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും. സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള
പോലുള്ള വളരെ വീക്കായിട്ടുള്ള രാജ്യങ്ങളിൽ ഇവർ ഇസ്ലാമിസ്റ്റുകളെ കയറ്റിവിടും. ഇസ്ലാമിസ്റ്റുകളെ കയറ്റിവിടുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഒരു സംഘർഷം ഉണ്ടാകാനും അവിടുത്തെ ഭരണം അട്ടിമറിക്കപ്പെടാനും അതുവഴി ആ രാജ്യത്തെ ഇവർക്ക് പ്ലണ്ടർ ചെയ്യാനുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നൈജീരിയയിൽ ഇപ്പോൾ എറിക് പ്രിൻസ് പറഞ്ഞു ഞാൻ പോയി ഇറങ്ങി എല്ലാം സെറ്റപ്പാക്കാം. അപ്പോൾ ട്രംപ് പറഞ്ഞു നീ പോയി ഇറങ്ങടേ എന്ന് പറഞ്ഞു. നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെയുള്ള റെയർ എർത്ത് മെറ്റൽസാണ്, അവിടെയുള്ള എണ്ണപ്പാടങ്ങളാണ്. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അമേരിക്ക ഒരു ദിവസം നൈജീരിയയ്ക്ക് മുകളിൽ ചെന്ന് ബോംബിട്ട് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കെതിരെ തിരിയും. യുദ്ധക്കുറ്റമാണ്, ഇവൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ തിരിയും. അമേരിക്കയുടെ ഒരു ഇമേജ് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യണം, അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുക. ഈ രണ്ടാൾക്കാർക്കും അവർ പോലും അറിയാതെ പേർ റോളിൽ ആരാണ് ഈ ഡീപ്പ് സ്റ്റേറ്റാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുക, സ്വാഭാവികമായിട്ടും ഒരു തമ്മിത്തല്ലും. അപ്പോൾ നമ്മൾ രാവിലെ കണ്ണും ഞെരടി എണീക്കുമ്പോൾ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള വാർത്തകൾ നമ്മിലേക്ക് ഇങ്ങനെ ഡീപ്പ് സ്റ്റേറ്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡീപ്പ് സ്റ്റേറ്റ് പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വിറ്റുപോകണം. അമേരിക്കയ്ക്ക് ആയുധങ്ങൾ വിറ്റുപോകണമെങ്കിൽ ഈ വാർത്ത എന്ത് ചെയ്യണം, ലോക രാജ്യങ്ങളിൽ ഇങ്ങനെ ഹൈലൈറ്റായിട്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കണം. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വരണ്ടു പോകണം. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ പേടിച്ച് അമേരിക്കയുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് ആയുധം വേണമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ആയുധങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അമേരിക്കയുടെ ആയുധങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കയ്ക്ക് വീണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കേണ്ട സെറ്റപ്പിലേക്ക് വരും. അങ്ങനെ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അമേരിക്കയുടെ ഖജനാവ് നിറയും. സൗദി അടക്കമുള്ള ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇസ്രായേലിനെ ഒരു പൊതുശത്രുവായിട്ട് ഇവർ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വാർത്തകൾ ലോകമെമ്പാടും ഇങ്ങനെ പമ്പ് ചെയ്യുന്നു. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും ഈ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പോലും അറിയുന്ന ഞാൻ ചെയ്യുന്നത് ഡീപ്പ് സ്റ്റേറ്റിന് വേണ്ടി അമേരിക്കയുടെ ഒരു പണിയാണ് എന്ന് അവർ പോലും അറിയുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്ത്, അതായത് ഒരു രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഇപ്പോൾ ക്രിസ്തീയ രാജ്യമാണെങ്കിൽ അവിടെ ഇസ്ലാമിസ്റ്റുകളെ കയറ്റിവിടും. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ്. ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് രാജ്യമാണെങ്കിൽ അവിടെ ഇസ്രായേലിനെ അവർക്ക് നേരെ തിരിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച് ഇപ്പോൾ ട്രംപിൽ നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന്, അല്ലെങ്കിൽ അമേരിക്ക നിൽക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ചൈന റെയർ എർത്ത് മെറ്റൽസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നിനക്ക് തരില്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിനൊന്ന് പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊന്ന് പിടിച്ചു നിൽക്കണം. അവരുടെ ഡിഫൻസ് മേഖല പോലും തകരാറിലായി. കാരണം ഈ റെയർ എർത്ത് മെറ്റൽസ് ഉപയോഗിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഡിഫൻസ് മേഖലയിലുണ്ട്. ഈ ഡിഫൻസ് മേഖല അങ്ങനെ നിലച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രയും വേഗം ഇതിൻ്റെ വലിയൊരു ഖനി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം രാവിലെ സ്വിച്ചിട്ട പോലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണു നെല്ലി നോക്കുമ്പോൾ നൈജീരിയയിലെയും സുഡാനിലെയും വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തുമ്പോഴേ അവരുടെ മാനുഷികമായിട്ടുള്ള ആ മാനവികത ഉണരും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ ചറപറാന്ന് പോസ്റ്റ് ഇട്ട് തുടങ്ങി. എന്താണ്, സേവ് നൈജീരിയ, സേവ് സുഡാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഇട്ട് തുടങ്ങി. പോസ്റ്റ് ഇട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ലോകരാജ്യങ്ങളും ലോക മാധ്യമങ്ങളും ഇത് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ട്രംപ് ഒരു പ്രസ്താവന നടത്തും, ഞാൻ വരുന്നു അവരെ രക്ഷിക്കാൻ, ക്രിസ്ത്യാനികളുടെ അന്ധകരായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിറപ്പിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഒരു സംശയവുമില്ല, അമേരിക്കയ്ക്ക് അവിടെ ചെന്നിറങ്ങാം. അതുകൊണ്ടാണ് അവിടെയുള്ള ഭരണാധികാരി പറഞ്ഞത് വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാമെന്ന് അവിടെയുള്ള ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ വംശഹത്യ എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് നയിച്ച വഴിയാണ് ഞാൻ പറയുന്നത്. അവർ പോലും അറിയാതെയാണ് അവർ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആയുധങ്ങളാകുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമും അവിടെയുള്ള ക്രിസ്ത്യാനികളും ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആയുധങ്ങളാകുന്നത് അവർ പോലും അറിയുന്നില്ല. സ്വാഭാവികമായിട്ട് ഡീപ്പ് സ്റ്റേറ്റിനെ അറിയാം യവന്മാർ തമ്മിൽ കണ്ടാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ യവന്മാരെ തമ്മിൽ അടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാമെന്നുള്ളൊരു സെറ്റപ്പിലോട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ കുറേ ടീമുകൾ, കാസ എന്നൊക്കെ പറയുന്ന കുറേ ടീമുകൾ, അതാ ട്രംപ് വരുന്നു നമ്മുടെ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാതെ കിടന്ന് പോസ്റ്റ് വിട്ട് കിടന്ന് അറുമാദിക്കണമെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളി നല്ല സങ്കടം ഉണ്ടട്ടാ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ പിന്നിൽ നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സംഭവമാണ്. നാളെ ഇന്ത്യക്കും ഇത് സംഭവിക്കാം. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി സ്റ്റബോണായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ പോടാ പുല്ല് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ജോർജ് സോറോസ് പോലും അവസാനം പറഞ്ഞത് മോദിയെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അതിനു പിന്നിലുള്ള ഡീപ്പ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ യൂറോപ്പ്, വെസ്റ്റേൺ രാജ്യങ്ങൾ, ഇവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറി ആ രാജ്യത്തെ പ്ലണ്ടർ ചെയ്യുക. സ്വാഭാവികമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്ലണ്ടർ ചെയ്തിരിക്കുന്ന ആരാണ്? അമേരിക്കയാണോ? ബ്രിട്ടനാണോ? ഒന്നുമല്ല, ഫ്രാൻസാണ് ഏറ്റവും കൂടുതൽ അവിടെ ലൂട്ട് ചെയ്തിരിക്കുന്നത്, പ്ലണ്ടർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യവന്മാർക്ക്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പല വാർത്തകളിലും പറയുന്നത് ഈ ബ്രിട്ടനും ഫ്രാൻസും എന്ന് പറയുന്ന രാജ്യങ്ങൾ എന്താണ് ചൂടുകാടാ ഒരു 10-50 വർഷം കഴിയുമ്പോൾ.
മനസ്സിലാക്കണം. കാരണം അവിടെ ഇസ്ലാമിസ്റ്റുകൾ കൂടി വരികയാണ്. കാരണം യുവമാർ ചെയ്തതിൻ്റെ കർമ്മഫലം യുവമാർ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി വരികയാണ്. അങ്ങനെ കൂടി യുവമാർ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കി ആൾക്കാർ തമ്മിലടുപ്പിച്ച് ചോര ഒടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും, അഭയാർത്ഥികളായിട്ട് തെണ്ടി തിരിഞ്ഞ് നേരെ യൂറോപ്പിലോട്ട് ഇതുവഴിയൊക്കെ ചാടി കയറി അവിടെ എന്ത് ചെയ്യും, അവിടെ കയറി താമസിച്ച് അവിടെ സന്താനോൽപാദനം നടത്തി അവിടെ ഞങ്ങളുടെ രാജ്യം വേണമെന്ന് പറഞ്ഞ് നിലവിളി തുടങ്ങും. ഒരു കാര്യമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അത് തന്നെ നടക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.